ഹാലലുയ. കർത്താവേ, നിന്നെ വാഴ്ത്തുന്ന കർത്താവേ, നിന്നെ വാഴ്ത്തുന്ന പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ, ഹാലലുയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം റോസ് ഫാമിലി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ എനിക്ക് തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഇതിൻ്റെ ആത്മീയനായിരിക്കുന്ന പ്രിയ സിസ്റ്ററെ ഓർത്ത് തൻ്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കൃപയാലെ അനേക ഇടങ്ങളിൽ അനേക ദൈവദാസന്മാർ ദൈവസാക്ഷിമാരും ദൈവത്തിൻ്റെ ആലോചനയാൽ ഈ ഗ്രൂപ്പ് ഏറെ ധന്യമായി അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ആ ദൈവിക കരുണകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി പറയുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ കർത്താവ് വ്യക്തമായി എന്നോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാനിടയാവും. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വേഗത്തിൽ ഓടി വന്ന ഒരു ദൈവിക ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്ത് ഞാൻ വേഗത്തിൽ വിരമിപ്പാൻ ആഗ്രഹിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 32-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 32-ന്റെ അതിൻ്റെ 30. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ട് എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അതിൻ്റെ ആരംഭ വാക്യം ഭാഗമാണ് ഞാൻ ദൈവാത്മാവിനാൽ ചിന്തിക്കുന്ന ഒരു ഭാഗം. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ദൈവത്തെ മുഖാമുഖമായി കാണുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നൊരു ദൈവിക ചിന്ത, നമുക്ക് എത്ര പേർക്ക് ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ കഴിയുന്നുണ്ട്? യാക്കോബ് പ്രതികൂലമായ അവസ്ഥയുടെ നടുവിലാണ് യാക്കോബ് ദൈവത്തെ മുഖാമുഖമായി കാണുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ കഴിയുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തെ മുഖാമുഖമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? പ്രയാസകരമായ അനുഭവങ്ങൾ വരുമ്പോഴും പ്രതികൂലത്തിൻ്റെ നടുവിലായിരിക്കുമ്പോഴും നാം ആരെയാ മുഖാമുഖമായി കാണുന്നത്? നമ്മൾ പലപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോൾ അതതിൻ്റെതായ സാഹചര്യത്തിനൊത്തവണ്ണം അതതിൻ്റെ വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരെ മുഖാമുഖമായി കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ പ്രയാസകരമായ അനുഭവത്തിൻ്റെ നടുവിലോ നീ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴോ ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ കഴിയുമെങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടി ഒരു മഹാത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രി ആ ഒരു ചിന്ത ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ സാഫല്യമായി വരട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ആശ്രയിച്ചവർ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പിന്തുടർന്നവരെല്ലാം നമ്മെ പരാജയത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ, പരാജയത്തിലേക്ക് നാം വീണുപോയപ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, കഴിഞ്ഞ കാലങ്ങളെ നോക്കി നീ പശ്ചാത്തപിക്കുവാനല്ല, കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു വന്ന അവസ്ഥകളെ നോക്കി പിന്തിരിഞ്ഞ് മുന്നോട്ട് പോകുവാനല്ല, ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക. ഏത് കഷ്ടതയുടെ നടുവിലായാലും ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലായാലും ഞാൻ കർത്താവിനെ മുഖാമുഖമായി കാണും, എൻ്റെ ദൈവത്തെ ഞാൻ മുഖാമുഖമായി കാണുമെന്നുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തകർന്നു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ കടന്നു വന്നു, ഒത്തിരി പ്രയാസകരമായ അനുഭവങ്ങൾ കടന്നു വന്നു. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ തകർന്നു പോകേണ്ട അനുഭവങ്ങൾ യാക്കോബിന് കടന്നു വന്നു. ആ സാഹചര്യങ്ങളെല്ലാം യാക്കോബ് ദൈവത്തെ മുഖാമുഖമായി നോക്കിയതുകൊണ്ട്, മുഖാമുഖമായി യാക്കോബ് ദൈവത്തെ കണ്ടതുകൊണ്ട് ആ സ്ഥാനത്തെല്ലാം ദൈവം അവന് അനുകൂലമായി തീരുവാനിടയായി. നമുക്കറിയാം 28-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ അവൻ ഒറ്റപ്പെട്ട അനുഭവം കടന്നു വന്നു, ഏകാന്തതയുടെ അനുഭവം കടന്നു വന്നു. അവന്റെ അപ്പനും അമ്മയും വിട്ടുമാറി അവൻ ഏകാന്തതയിൽ അവൻ അപ്പന്റെ അമ്മയുടെ സഹോദരന്റെ ഭവനമായ ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ പ്രതികൂലത്തിന്റെ നടുവിൽ അവൻ ആരെയാ മുഖാമുഖമായി കണ്ടത്? ആരെയാ അവൻ ആശ്രയിച്ചത്? ആ പ്രതികൂലത്തിന്റെ സാഹചര്യം
സാഹചര്യങ്ങളിലോ അവൻ ദൈവത്തെ മാത്രം മുഖാമുഖമായി കണ്ടതുകൊണ്ട് ആ രാത്രിയുടെ അനുഭവത്തിലും ഏകാന്തതയുടെ നടുവിലോ ആ സ്ഥാനത്ത് അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ അവൻ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ അവൻ ബർശേബ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോകുന്ന വഴിയിൽ അവൻ സന്ധ്യയായി അർദ്ധരാത്രിയായപ്പോൾ അവൻ മുഖാമുഖമായി കാണുന്നത് ദൈവത്തെയാ. അതുകൊണ്ട് ആ ദൈവം അവന് വേണ്ടി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങപ്പെടുന്ന ഒരു ഗോവേണി അവൻ കാണുവാനിടയായി. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവന് കാണുവാനിടയായി. നോക്കുക, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യാക്കോബ് മാനുഷികമായ വ്യക്തികളിൽ ആശ്രയിച്ചു എങ്കിൽ ആ ആശ്രയം മാനുഷികമായുള്ള അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷെ യാക്കോബ് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, അവൻ ദൈവത്തെ മാത്രം മുഖാമുഖമായി കണ്ടതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിലും യാക്കോബിനോട് കൂടെ ദൈവം ഇരിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ രാത്രിയുടെ അനുഭവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. അതുവരെ അവൻ ഒറ്റയ്ക്ക് പോകാത്ത ഇടമാണ്, അതുവരെ അവൻ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ്, അതുവരെ ആരും അവൻ ഒറ്റയ്ക്ക് പോയിട്ടില്ലാത്ത ഓരോ സ്ഥാനങ്ങളാണ്. പക്ഷേ ഇതാ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ അവൻ ഇറങ്ങി തിരിക്കേണ്ടി വന്നു. ആ സാഹചര്യങ്ങളിൽ ദൈവം അവനെ ദൈവത്തെ അവൻ മുഖാമുഖമായി കണ്ടതുകൊണ്ട് ദൈവം അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി. സ്നേഹിത, ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, ഇന്ന് രാത്രി നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഏത് പ്രയാസകരം അനുഭവത്തിന്റെ നടുവിലോ ലോകത്തിലെ ഒരു വ്യക്തിയല്ല നീ ആശ്രയിക്കേണ്ടത്, ലോകത്തിലുള്ള ഒന്നിലുമല്ല നീ ആ പാതയല്ല പിന്തുടരേണ്ടത്. ദൈവത്തെ മുഖാമുഖമായി കണ്ട് ദൈവത്തിൽ ആശ്രയിപ്പാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ആ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഏത് പ്രയാസകരം അനുഭവത്തിലൂടെ നീ മുന്നോട്ട് പോയാലും അവിടെ നിന്നെ കൈത്താങ്ങി അവിടെ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ പരിപാലിപ്പാൻ കഴിവുള്ള ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ രാത്രി വിശ്വസിക്കുവാൻ കഴിയും? പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഈ ദൈവിക ചിന്ത നമുക്ക് ആഴമായി ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ ദൈവത്തെ മുഖാമുഖമായി കണ്ട ഒത്തിരി വ്യക്തികളെ നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഒന്നാമതായി നമ്മൾ ചിന്തിച്ചതാണ് യാക്കോബിന്റെ ജീവിതം. യാക്കോബിന്റെ ജീവിതത്തിൽ പിന്നെ ഒരു ഭാഗം പറയുന്നുണ്ട്. 35-ാം അധ്യായത്തിന്റെ അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക, നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധിയുടെ നടുവിലാ അവൻ ഓടിപ്പോയത്. ആ ഓടിപ്പോയ സ്ഥലത്ത് അവരോട് കൂടെ ഇരുന്ന് ദൈവത്തിന്റെ കരുണ കൂടെ ഇരുന്ന് ആ മുഖാമുഖമായി ദൈവത്തെ നോക്കിയത് കൊണ്ട് എല്ലാ സാഹചര്യങ്ങളും യാക്കോബിനോട് കൂടെ ഇരുന്ന് പിന്നത്തെ ദൈവം അവനോട് പറയുക, നീ പുറപ്പെട്ട് ബഥേലിലേക്ക് ചെന്ന് പാർക്ക, നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം പണിയ. പ്രൈസ് ദി ലോർഡ്. ആ മുഖാമുഖമായി ദൈവത്തെ നോക്കിയത് കൊണ്ട് യാക്കോബിനെ ദൈവം സംരക്ഷിച്ച് അവന്റെ സാഹചര്യങ്ങളെ എല്ലാം ദൈവം അവിടുന്ന് വർദ്ധിപ്പിച്ച് അവനെ പിന്നെ ഒന്ന് മടക്കി വരുത്തുമ്പോ മടങ്ങി വന്ന വഴിയിലേക്ക് അവനെ നടത്തിയ വിധങ്ങളെ ഓർത്തിട്ട് അവനോട് ദൈവം പറയാ, നീ ഇവിടെ ഒരു യാഗപീഠം പണിയുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്നെ നടത്തിയ വിധങ്ങൾ, പരിപാലിച്ച വിധങ്ങൾ, നിന്നോട് കൂടെ ഇരുന്ന സാഹചര്യങ്ങൾ, നിനക്ക് വേണ്ടിയത് ദൈവം നൽകി തന്ന അനുഭവങ്ങളൊക്കെ ഒന്ന് ഓർത്തിട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സ്തോത്രം പറയുവാൻ, നന്ദി പറയണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് ആലോചന പറയുക. അതാ യാക്കോബ് ചെയ്തത്. അവന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ദൈവത്തെ മാത്രം മുഖാമുഖമായി നോക്കിയത് കൊണ്ട് ആ സാഹചര്യങ്ങളെല്ലാം കർത്താവ് അവനോട് കൂടെ ഇരുന്ന് അവന്റെ അവസ്ഥകൾക്കെല്ലാം ഭേദം വരുത്തി അവനെ നടത്തിയ വിധങ്ങളെ അവൻ ഓർത്ത് അവൻ ദൈവത്തിന് നന്ദി പറയുവാനിടയായി. ഇന്ന് രാത്രി കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. നീ ആയിരുന്ന ആ കഷ്ടതയുടെ നടുവിൽ, നീ ആയിരുന്ന ആ പ്രതിസന്ധിയുടെ നടുവിൽ, നീ ആയിരുന്ന ആ ഒറ്റപ്പെട്ട അനുഭവത്തിന്റെ നടുവിൽ ദൈവത്തെ നീ മുഖാമുഖമായാണോ നോക്കിയതെങ്കിൽ ആ ദൈവം നിന്നോട് കൂടെ ഇരുന്ന നിന്നെ നടത്തേണ്ടുന്ന വഴികളിൽ ദൈവം നടത്തി, നീ ആയിരിക്കേണ്ട മേഖലകൾ നിന്നെ സുരക്ഷിതമായി ആക്കി, നിന്നെ അവിടെ നിന്ന് എത്തിക്കേണ്ട ഇടത്ത് ദൈവം എത്തിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ
കാണുവാൻ ദൈവം നിന്നെ ഇടയാക്കും. ആ ഒരു അനുഭവത്തിന് വേണ്ടി നമുക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കാം. നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ചിന്ത അവിടെ കാണുവാൻ കഴിയുന്നു. യെശയ്യാവ് ദൈവത്തെ മുഖാമുഖമായി കാണുന്ന അനുഭവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തി: ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും ഭൂമിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവരു ചുറ്റും നിന്നു. ആ ഉസിയാ രാജാവ് ആ പ്രൈസല മരിച്ച ആണ്ടിൽ കർത്താവ് അവന് ഉയർന്നും പൊങ്ങിയുമുള്ള ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അവൻ കാണുവാനിടയായി. നോക്കുക, യെശയ്യാവിന്റെ ജീവിതത്തിൽ അവൻ കർത്താവിനെ മുഖാമുഖമായി കണ്ടതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തെ അവന് കാണുവാനിടയായി. ഇന്ന് രാത്രി യെശയ്യാവ് മുഖാമുഖമായി ദൈവത്തെ കണ്ടതുകൊണ്ട് ദൂതൻ അവന്റെ അടുക്കൽ ഇറങ്ങി വന്ന് അവന് വേണ്ടിയുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ അവന് വെളിപ്പെടുത്തുവാനിടയായത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് ചിലപ്പോൾ ദർശനം കാണുന്ന വ്യക്തിയായിരിക്കും, വെളിപ്പാടുകൾ കാണുന്ന വ്യക്തിയായിരിക്കും, ദൈവത്തിന്റെ ആലോചന നീ സ്പഷ്ടമായി പറയുന്ന വ്യക്തിയായിരിക്കും. പലപ്പോഴും അത് ആ അനുഭവത്തിലായിരുന്നിട്ട് ഇപ്പോൾ അങ്ങനെ പ്രാപിപ്പാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവസ്ഥലൊന്ന് തീരുമാനമെടുക്കുക. ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ ഒരു തീരുമാനമുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നോട് പ്രവർത്തിച്ച ദൈവം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നോട് കൂടെയിരുന്ന ദൈവം, പ്രയാസകരമായ അനുഭവത്തിന്റെ നടുവിലും യെശയ്യാവിനോട് കൂടെയിരുന്ന ദൈവത്തിന്റെ ദർശനങ്ങളും വെളിപ്പാടുകളും കാണിച്ചു കൊടുത്ത ദൈവം തുടർന്നും അവനെ കാണിപ്പാൻ ശക്തനായി ഇരുന്നത് പോലെ ഇന്ന് ജീവിതത്തിൽ നിന്നെയും ആ ഒരു അവസ്ഥയിലേക്ക് ആക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഹാഗാറിന്റെ ജീവചരിത്രം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 16-ന്റെ 13 ഇങ്ങനെ പറയുന്നു: പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നുവോ എന്ന് പറഞ്ഞ് ആ തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ പ്രയാസകരമായ അനുഭവത്തിൽ ഹാഗാർ ബർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നപ്പോ ദൈവത്തെ അവൾ മുഖാമുഖമായി കണ്ടതുകൊണ്ട് ദൈവം അവളെ കാണുവാനിടയായി. മരണം മാത്രം മുമ്പിൽ കണ്ട് കുഞ്ഞിന്റെ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ആ മുന്നോട്ട് പോയ ഹാഗാറിന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ മാത്രം മുഖാമുഖമായി ദർശിച്ചത് കൊണ്ട് ഹാഗാറിന്റെ ജീവിതത്തിൽ ഒരു വഴി ദൈവം തുറന്നു കൊടുത്തു. ഹാഗാറിനൊരു നീരുറവ ദൈവം കാണിച്ചു കൊടുത്തു. ആ ദൈവത്തെ മുഖാമുഖമായി നോക്കിയ ഹാഗാറിന്റെ ജീവിതത്തിൽ അവൾ ഒരു നീരുറവ കാണുവാനിടയായി. അതുമാത്രമല്ല, അവളുടെ കഷ്ടതയിൽ അവളെ കണ്ടതുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു: നീ എന്നെ കാണുന്നു എന്ന് പറഞ്ഞ് നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു പേരും കൂടി അവൾ ഇട്ടുകൊടുക്കുവാനിടയായി. ദൈവത്തെ മുഖാമുഖമായോ ആണോ നീ ദർശിക്കുന്നത്? ദൈവത്തെ മുഖാമുഖമായോ നീ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് നിനക്ക് വാസ്തവമായി സ്പഷ്ടമായി നിനക്കത് അനുഭവിച്ചറിയുവാനിടയാ. ഹാഗാറിന്റെ ജീവിതത്തിൽ അത് അനുഭവമായിരുന്നു. ജീവിതത്തിന്റെ പല മേഖലകൾ അവൾ ചിന്തിച്ചു പോയി കാണും. ഓ, എൻ്റെ ജീവിതം ഇതാണോ? ഞാൻ ആശ്രയിച്ച വ്യക്തി എന്നെ ഇറക്കി വിട്ടു, ഞാൻ ഏകാന്തതയായി, എൻ്റെ ദൈവം എന്നോട് കൂടെയില്ല, എനിക്കിനി മരണം മാത്രമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയ ഹാഗാറിന്റെ ജീവിതത്തിൽ ഇതാ ഹാഗാർ പറയുകയാണ്: നീ എന്നെ കാണുന്നു എന്ന് പറഞ്ഞ് പേർ വിളിച്ചു. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? നാം കാണാത്തത് ദൈവം നമ്മെ കാണുന്നുണ്ട്. ചിലപ്പോൾ നാം ചിന്തിക്കും, എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല, എന്നോടൊപ്പം ആരും വരുന്നില്ല എന്ന് നീ പറയുമ്പോൾ നിന്നെ കാണുന്ന ഒരുവനുണ്ട്, നിന്നോട് കൂടെ നടക്കുന്ന ഒരുവനുണ്ട്, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുന്നവനും നിന്നോട് കൂടെയുണ്ട്. ആരൊക്കെ നിന്നെ ദുഷിച്ചാലും ആരൊക്കെ അപമാനിച്ചാലും നിന്റെ ജീവിതം ഇതോടുകൂടെ തകർന്ന് നിനക്കൊരു ഉയർപ്പില്ല എന്ന് ചിന്തിക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് പറയുക: നിന്നെ കാണുന്ന ഒരുവനുണ്ട്. ലോകത്തിലുള്ള ഒരു മനുഷ്യർക്ക് ചിലപ്പോൾ നിന്നെ
കാണാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. നിന്റെ പ്രശ്നത്തെ അവർക്ക് ആരായുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്നാൽ നിന്നെ കാണുന്ന ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, നിന്നെ കാണുന്ന ഒരുവനുണ്ട്. നീ ആയിരിക്കുന്ന ബെഡിൽ നീ ഇരുന്ന് പറയുകയാണോ, എന്നെ കാണുവാൻ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് നീ പറഞ്ഞ് നിലവിളിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, നിന്നെ കാണുന്ന ഒരുവനുണ്ടെന്നേ. നിന്നെ കാണുന്ന ഒരുവനുണ്ട്. നിന്നെ സഹായിപ്പാൻ വരുവാൻ, നിന്നെ കൈത്താങ്ങുവാൻ, നിന്റെ ബലഹീനലൊന്ന് കൈപിടിച്ച് നടത്തുവാൻ നിന്നോട് കൂടെയുള്ള ഒരുവൻ നിന്നെ കാണുന്നുണ്ട്. ആ ദൈവത്തിൽ ഇന്ന് രാത്രി നിനക്ക് പ്രത്യാശ വയ്ക്കുവാൻ കഴിയുമോ? ആ ദൈവം നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ കണ്ട് നിനക്ക് വേണ്ടിയത്, നിനക്ക് ആവശ്യമായ കാര്യാദികളെ ദൈവം നിനക്ക് തന്ന് നിന്നെ വഴി നടത്തുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മ വ്യക്തമായ ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്കവിടെ ഒരു ഭാഗം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു കാണുവാൻ കഴിയുന്നു. അവരുടെ കാഴ്ച, പ്രൈസ് ദി ലോർഡ്, അവൻ പോകും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ വന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കർത്താവിനെ മുഖാമുഖമായി കാണുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറയുക, ഞാൻ എൻ്റെ കണ്ണാലെ ഞാൻ ഈ കർത്താവിനെ കണ്ടു. ജീവിതത്തിന്റെ പല മേഖലകളിൽ പൗലോസിന് നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോഴും പൗലോസ് ദൈവത്തെ മുഖാമുഖമായി കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തെയും ആ ദൈവം പരിഹരിച്ചു തരുവാനിടയാവും. നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി ഓർത്താണോ നീ കരയുന്നത്? നീ സാമ്പത്തിക തകർച്ചയുടെ ആ ഒരു പ്രതിസന്ധിയിലാണോ നീ കരയുന്നത്? നാളെ എന്തായിത്തീരും, എനിക്ക് സ്വന്തമായ ഒരു വസ്തുവില്ല, എൻ്റെ വസ്തു തന്നെ അപഹരിച്ച അവസ്ഥയിൽ എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുന്നോ? നിന്റെ മക്കൾ വിദേശ രാജ്യങ്ങളിലായിരുന്നു അവിടെ സങ്കടപ്പെടുന്ന അനുഭവമാണോ? ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ദൈവത്തെ മുഖാമുഖമായി ഒന്ന് കാണ്. ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനിടയായി തീരും. നിന്റെ സങ്കടങ്ങളെ കാണുന്നവൻ, നീ ആയിരിക്കുന്ന ഭവനത്തിൻ്റെ അകത്ത് നിന്റെ സങ്കടങ്ങൾക്ക് വേണ്ടി, നിന്റെ സങ്കടങ്ങൾ എത്ര തന്നെയായാലും അത് എണ്ണി 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 അതിന് മറുപടി തരുന്ന ഒരു ക്രിസ്തു നിന്നോട് കൂടെയുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി ഒരു മഹാത്ഭുതം പ്രവർത്തിപ്പാനിടയായി തീരും. അടുത്തൊരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോബിന്റെ പുസ്തകം അതിൻ്റെ 42-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാലെ നിന്നെ കാണുന്നു. ആ പ്രയാസകരമായ അനുഭവത്തിൽ യോബ്, ആ കഷ്ടതയുടെ നടുവിൽ യോബ്, അവനെല്ലാവരും അവനെ കൈവിട്ട് മാറിപ്പോയി. അവൻ്റെ ഭാര്യ അവനെ ത്യജിച്ച് പറഞ്ഞു. അവൻ്റെ ജീവിതത്തിൻ്റെ പല മേഖല അവനോട് കൂടെ ഇരിക്കേണ്ട സ്നേഹിതന്മാർ പോലും അവനോടൊപ്പവും മറഞ്ഞു നിന്നും കൊണ്ട് അവന് കുറ്റം പറയുന്നു. ആ സാഹചര്യം യോബ് ദൈവത്തെ മാത്രം മുഖാമുഖമായി കണ്ടതുകൊണ്ട് യോബിന് പറയാം, അവൻ പറയാണ്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാലെ ഞാൻ നിന്നെ കാണുന്നു. നോക്കുക, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ മുഖാമുഖമായി നോക്കിയത് കൊണ്ട് അവന് പിന്നത്തേതിൽ പറയുവാൻ കഴിയും, എൻ്റെ കണ്ണാലെ ഞാൻ ദൈവത്തെ കാണുക. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയോ? പ്രതികൂലങ്ങൾ ഒത്തിരി അനേകം അക്കമിട്ട് പറയുവാൻ കാണും. പ്രതിസന്ധികൾ ഒത്തിരി നിനക്ക് ചിന്തിക്കുവാൻ കാരണമുണ്ട്. എന്നാൽ അവിടെ നിന്നെല്ലാം നിന്നെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്. അവിടെ നിന്ന് നിന്നെ കൈപ്പൊക്കുന്ന ഒരുവനുണ്ട്. നിന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുക, ആ ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. ആ ദൈവം നിന്നെ
പരിപാലിക്കുന്നവനാണ്. ജീവിതത്തിന്റെ പല മേഖലകളിലും നിന്നെ കൈ താങ്ങുന്നവനാണ്. ആ ദൈവത്തിനക്ക് പിന്മാറി പോകരുതേ. ആ ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുക. ഇന്നലെ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടുകയാ. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ മുഖാമുഖമായി നിനക്ക് കാണുവാൻ കഴിയുമെങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആ ദൈവം നിന്നോട് കൂടെ ഇരിക്കും. ആ ദൈവം നിന്നെ പരിപാലിക്കും. നിന്റെ അവസ്ഥകൾക്ക് ഭേദം തരും. നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും. നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. നീ ആയിരിക്കുന്ന ജോലി സ്ഥാനത്ത് മാനിക്കപ്പെടും. നീ ആയിരിക്കുന്ന രാജ്യത്ത് നിന്റെ അനുഗ്രഹമായി തീരും. നിനക്ക് ലഭിക്കേണ്ട നന്മക ദൈവം നിനക്ക് നൽകി തരും. ഏത് പ്രതിസന്ധിയിലാണോ നീ ആയിരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നു, ആ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ മുഖാമുഖമായി കാണ്. അവിടെ നിനക്കൊരു നീക്കുപോക്ക് ദൈവം നൽകി തരും. ഇന്ന് രാത്രി വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ, ഒരു ദൈവിക വിടുതലായി തീരട്ടെ. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങ് കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചന അവിടുന്ന് വ്യക്തമായി അറിയിപ്പാനിടയായി. ദൈവമേ, ഏത് വ്യക്തിയായിരുന്നാലും ദൈവത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ കർത്താവേ സ്തോത്രം ദൈവത്തോട് അടുത്തിരുന്ന ഈ നാളുകൾ മുന്നോട്ട് പോകുവാൻ തന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണം. പതറിപ്പോകാൻ അനുവദിക്കരുതേ. വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ, ആത്മീകത്തിൽ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കും. എല്ലാവരും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.